കോടികളുടെ തട്ടിപ്പൊന്നും ഒരു തട്ടിപ്പല്ല എന്നുള്ളതാണ് ലീഗുകാരുടെ പൊതുവിലുള്ള ഒരു ധാരണ. അതല്ലെങ്കിൽ പുറം ലോകത്തോട് അവർ പറയുന്നത് ഇതൊന്നൊരു തട്ടിപ്പേ അല്ല, ഇതൊക്കെ ഈ പറയുന്ന തട്ടിപ്പുകൾ എന്ന് പറയുന്നത് തീരെ തട്ടിപ്പിൻ്റെ പരിധിയിൽ വരുന്ന സംഭവമേ അല്ല എന്നാണ് ലീഗുകാരുടെ മൊത്തത്തിലുള്ള ഒരു നിലപാട്. എന്നാൽ 5ഉം 10ഉം 100ഉം 1000 രൂപയൊക്കെ അടിച്ചു മാറ്റുന്നതാണ് തട്ടിപ്പ്. കോടികളായി കഴിഞ്ഞാൽ ഞങ്ങൾ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലെത്തി. ഞങ്ങൾ കൃത്യമായി പറഞ്ഞാൽ കിങ്ഫിഷറിൻ്റെ നേതാവൊക്കെ അല്ലെങ്കിൽ കിങ്ഫിഷറിൻ്റെ ചെയർമാനൊക്കെ വിജയമല്ലിയൊക്കെ നാടുവിട്ടത് കോടികളുടെ തട്ടിപ്പ് നടത്തിയതാണ്, അവർക്കൊക്കെ വീരപരിവേഷമാണുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കോടികളുടെ തട്ടിപ്പ് നടന്നാൽ ഇതൊന്നൊരു തട്ടിപ്പല്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗുകാർ, യൂത്ത് ലീഗുകാരൊക്കെ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. കാരണം ലീഗുകാർ തട്ടിപ്പ് കേസിൽ പ്രതിയായ പല കേസുകളിലെയും അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ്. UDF ഭരിക്കുന്ന സമയത്ത് ഇവർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്ന പല കേസുകളുടെ അന്വേഷണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്നും വിമർശകർ പറയുന്നു. മലപ്പുറം വളാഞ്ചേരിയിലെ KSFEയുടെ സർക്കാർ സ്ഥാപനമായ KSFE ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് യൂത്ത് ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട സംഘം 1.48 കോടി രൂപയാണ് തട്ടിയെടുത്തത്. അതായത് സംഭവത്തിൽ KSFE ജീവനക്കാരടക്കം 5 പേർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ നേതാക്കന്മാർ തന്നെയാണ് പ്രതികൾ എന്നുള്ളതാണ് രസം. കേവലം ഒരു പേരിനൊരു ലീഗുകാരനല്ല, അത് ഒരു നേതാക്കന്മാർ തന്നെയാണ്. അതായത് യൂത്ത് ലീഗ് പട്ടാമ്പി മണ്ഡലം മുൻ ട്രഷറർ തിരുവേഗപ്പുറം വിളത്തൂർ കാവുംപുറത്ത് വീട്ടിൽ ഷെരീഫ്, ലീഗിൻ്റെ സജീവ പ്രവർത്തകരായ പടപ്പേത്തൊടി വീട്ടിൽ അബ്ദുൽ നിഷാദ്, കാരക്കട്ടിൽ വീട്ടിൽ മുഹമ്മദ് അഷ്റഫ്, പനങ്ങാട്ടുതൊടി വീട്ടിൽ റഷീദ് അലി, സ്ഥാപനത്തിലെ ഗോൾഡ് അപ്രൈസർ മലപ്പുറം കൊളത്തൂർ സ്വദേശി അമ്പലപ്പടി ശ്രീരാഗത്തിൽ രാജൻ എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ ധനകാര്യ സ്ഥാപനത്തിലെ അപ്രൈസറായ KSFEയിലെ അപ്രൈസർ എന്ന് പറഞ്ഞാൽ സ്വർണം വ്യാജമാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് നമ്മൾ സ്വർണം പണയം വെക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാളിരുന്ന് ഇങ്ങനെ ഉരച്ചു നോക്കുകയും മറ്റും സ്വർണത്തിൻ്റെ മാറ്റി പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, അവരാണ് അപ്രൈസർ എന്ന് പറയുന്നത്. ഇവരുടെ സഹായത്തോടെ സ്വർണം പരിശോധിച്ച് വെരിഫൈ ചെയ്ത ശേഷമാണ് ബാങ്കിലെ ജീവനക്കാരൻ ഇത് ഹാൻഡ് ഓവർ ആയി വാങ്ങിയ ശേഷം ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടി അവിടെ നിന്നും പണം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ സഹായിച്ച് രാജൻ എന്ന് പറയുന്ന അപ്രൈസർ അടക്കമുള്ളവരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് സംശയം തോന്നിയതിനെ തുടർന്ന് ലീഗ് നേതാക്കന്മാരുടെ ഈ ഇടപാടിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ശാഖാ മാനേജർ പോലീസിലെ പരാതി നൽകുകയായിരുന്നു. 10 തവണകളായിട്ടാണ് ഇവർ മുക്കുപണ്ടം പണയം വെച്ചത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചിട്ടിക്ക് ജാമ്യമായി നൽകിയ പണവും ഇത്തരത്തിൽ ഇതിലുണ്ട്. അതായത് ഇതിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ പണം തന്നെയാണ് ചിട്ടിക്ക് ജാമ്യമായിട്ട് നൽകിയത്. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഈ വർഷം ജനുവരി വരെ 3 മാസങ്ങളിലായിട്ടാണ് തട്ടിപ്പ് നടന്നത്. സംഭവത്തിൽ മറ്റ് ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ തട്ടകമായ മലപ്പുറം വളാഞ്ചേരിയിൽ നടന്ന ഈ പറയുന്ന വലിയ തട്ടിപ്പിനെ ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത്. കാരണം ഇവർ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മറ്റു പല സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകാമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. KSFE പോലെ വളരെ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ ഇവർ ഇത്തരത്തിലൊരു സർക്കാർ നിയന്ത്രിത സ്ഥാപനത്തിൽ തന്നെ ഇവരിത്തരം തട്ടിപ്പിനെ ഒരുങ്ങിയെങ്കിൽ കേവലം രജിസ്ട്രേഷൻ്റെ മാത്രം ബലത്തിൽ പ്രവർത്തിക്കുന്ന പല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും നടന്നിരിക്കുന്നു വലിയ ഭീമമായ രീതിയിലുള്ള വലിയൊരു തട്ടിപ്പായിരിക്കാം എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ലീഗുകാർ നടത്തിയത് കൊണ്ട് ഇതൊരു പവിത്രമായ വിശുദ്ധമായ പരിപാടിയല്ല ഈ തട്ടിപ്പ് എന്ന് വ്യക്തമാണ്. ആര് നടത്തിയാലും തട്ടിപ്പ് തന്നെയാണ്. കേരളത്തിൻ്റെ പോലീസ് വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള അന്വേഷണം പുരോഗതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടുതൽ ലീഗ് നേതാക്കന്മാർ തന്നെ പ്രതിപ്പട്ടിയിലേക്ക് വരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്.